സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സർവേ അടിസ്ഥാനമാക്കി ദാരിദ്ര്യത്തിന്റെ തോത് രാജ്യത്ത് 5% താഴെ എത്തിയെന്ന് BJPക്കൊപ്പം സംഘപരിവാരങ്ങളും ഗോദി മീഡിയയും ആഘോഷിച്ചു തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. എന്നാൽ സാമ്പത്തിക വിദഗ്ധരാകട്ടെ ഇത്തരം അവകാശവാദങ്ങളെ അക്കമിട്ട് തിരസ്കരിക്കുകയാണ്. FAS പ്രസിദ്ധീകരിച്ച പുതിയ പഠനത്തിൽ ഇന്ത്യയിലെ 26.4% ജനങ്ങൾ ദരിദ്രരാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിലെ ദാരിദ്ര്യം രംഗരാജൻ സമ്പ്രദായവും ഗാർഹിക ഉപഭോഗവും ചെലവും എന്ന തലക്കെട്ടിലായിരുന്നു പഠനം. രംഗരാജൻ കമ്മിറ്റി നിർദ്ദേശിച്ച സമ്പ്രദായത്തിൽ 2022-23 ഗാർഹിക ഉപഭോഗ ചെലവ് അടിസ്ഥാനമാക്കിയാണ് ദാരിദ്ര്യരേഖ തിട്ടപ്പെടുത്തിയത്. ഗ്രാമപ്രദേശങ്ങളിൽ 2515 രൂപയും നഗരപ്രദേശങ്ങളിൽ 3639 രൂപയും ദാരിദ്ര്യരേഖ മാനദണ്ഡമായി കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ദരിദ്രരുടെ എണ്ണം 26.4%. രാജ്യത്ത് അവസാനമായി ദാരിദ്ര്യരേഖ നിർണയിച്ചത് 2011-12 പിന്നീട് ഒരു ദശാബ്ദത്തിലേറെ ദാരിദ്ര്യരേഖയുമായി ബന്ധപ്പെട്ട് സർവേയോ പഠനങ്ങളോ പ്രായോഗിക തലങ്ങളിൽ നടന്നിട്ടില്ല. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് 2024 ഫെബ്രുവരിയിൽ ഗാർഹിക ഉപഭോഗ ചെലവ് സർവേ 2022-23 പുറത്തിറക്കിയിട്ടുണ്ട്. ഈ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ വരുമാനവും ദാരിദ്ര്യ നിലവാരവും തിട്ടപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ തുടർന്ന് രാജ്യത്ത് ദാരിദ്ര്യരേഖയെക്കുറിച്ചുള്ള ചർച്ചകൾ ബലപ്പെട്ടു. പക്ഷെ 11 മാസത്തിന് ശേഷവും ഈ സർവേ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിവരങ്ങളും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഈ സർവേയുടെ പേരിൽ 2 വ്യത്യസ്ത കണക്കുകൾ പുറത്തിറങ്ങിയിരുന്നു. ഹ്യൂമൻ ഡെവലപ്മെന്റ് സർവേ അടിസ്ഥാനമാക്കി 2023 ഇന്ത്യയിലെ ദരിദ്രരുടെ എണ്ണം 110% താഴെ എത്തുമെന്നുള്ള പ്രതീക്ഷ പുലർത്തിയിരുന്നു. 2021-22 ഇത് 21%. എന്നാൽ ദരിദ്രരുടെ എണ്ണം 5% താഴെ എത്തി എന്ന നിലപാടിലായിരുന്നു SBI. ഫാസ് പഠനമാകട്ടെ ഈ കണക്കുകളെ യുക്തിപൂർണേന കണക്കും വിശദീകരിച്ചു. അഭിനവ് സൂര്യ, CA റിതു എന്നിവരും പഠനത്തിന്റെ ഭാഗമായിരുന്നു. അഭിനവ് സൂര്യ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് PhD സ്കോളറാണ്. റിതു കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ ഓഫീസറായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ച് ദാരിദ്ര്യരേഖ ക്രമീകരിക്കുന്ന രീതി 2 പ്രധാന കാരണങ്ങളാൽ തെറ്റാണെന്ന് പഠനം പറയുന്നു. ഒന്നാമതായി, ഉപഭോഗ ശേഖരത്തിലെ ഇനങ്ങളിൽ പഴയ അടിസ്ഥാന ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഉപഭോക്തൃ വില സൂചിക കണക്കാക്കുന്നത്. പുതിയ ഉപഭോഗ ചെലവ് വിവരങ്ങളുടെ അഭാവ കാരണം ഈ സൂചികകൾ ഒരു ദശാബ്ദത്തിലേറെ പുതുക്കിയിട്ടില്ല. സൂചികകളിൽ പ്രകടമായ മാറ്റത്തിനുള്ള സാധ്യതകളും നിലനിൽക്കുന്നതാണ്. ദാരിദ്ര്യ തോത് നിർണയ സമ്പ്രദായത്തെക്കുറിച്ച് FSA ഒരു ഓൺലൈൻ ചർച്ച സംഘടിപ്പിച്ചു. ദാരിദ്ര്യരേഖാ പരിധി ഉയർത്തി തിട്ടപ്പെടുത്തിയിട്ടും രാജ്യത്ത് ഓരോ 4ാമത്തെ ഇന്ത്യക്കാരനും ദരിദ്രനാണെന്നായിരുന്നു പഠനത്തിൽ പറഞ്ഞത്. ഉപഭോക്തൃ വില സൂചിക ദാരിദ്ര്യം കണ്ടെത്തുന്നതിനുള്ള ഒരു മാർഗമല്ല എന്നത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം. ഗ്രാമീണ വേതനം, കാർഷിക വരുമാനം, അനൗപചാരിക മേഖല എന്നിവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിൽ നിന്നുള്ള തെളിവുകളുടെ പശ്ചാത്തലങ്ങൾ എന്നിവ ചേർന്നുള്ള ഫലങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഗ്രാമീണരുടെ വരുമാനത്തിൽ പ്രകടമായ വർധനവുകളൊന്നും ഉണ്ടായിട്ടില്ല.